ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തന്മയിൽ ആർത്തവ വിരാമത്തിന് മുൻപുള്ള പെരിമെനപ്പോസ് എന്ന അവസ്ഥയെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. പെരിമെനോപോസൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏറെക്കുറെ പേർക്ക് അറിയാമായിരിക്കും. മെനോപോസിനോടനുബന്ധിച്ച് വരുന്ന മെനോപോസിലേക്ക് അടുക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ചിലർക്ക് 2-3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിരിക്കാം. അങ്ങനെ ഒരു കറക്റ്റായി ആർത്തവമാകുന്ന ഒരു സമയത്തിൽ നിന്നും ആർത്തവം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ആ മാറ്റത്തിൻ്റെ പീരീഡിനെയാണ് പെരിമെനോപോസൽ പീരീഡ് എന്ന് പറയാം. ഈ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകളിൽ ശാരീരികപരമായും മാനസികമായും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ തിരിച്ചറിയാൻ സാധിക്കുക, എന്തൊക്കെയാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നമ്മുടെ സ്ത്രീ ഹോർമോൺസിൽ വരുന്ന ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ്, മാറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കുന്നത്. എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഏറിയും കുറഞ്ഞും ഇത് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫേസായിട്ട് പലപ്പോഴും മാറാറുണ്ട്. പ്രധാനമായി വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് മെൻസ്ട്രുവൽ ചേഞ്ചസ് ആണ്. അതായത് നമ്മുടെ ആർത്തവത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ. ചിലർക്ക് കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ആർത്തവം ചിലപ്പോൾ 2 മാസം 3 മാസം വരാതിരിക്കുക, പിന്നീട് വരുന്ന ആർത്തവം കുറച്ച് ശക്തിയായിട്ട് മുൻപത്തേനേക്കാളും കുറച്ചുകൂടെ ബ്ലീഡിങ് അധികമായിട്ട് വരിക, അല്ലെങ്കിൽ തീരെ കുറവായിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് വരിക, നമ്മുടെ സാധാരണ ആവുന്നതിനേക്കാളും ഒരുപാട് കുറഞ്ഞ അളവിൽ രക്തം പോവുക, ഇന്നതൊക്കെ പലരിലും സംഭവിക്കാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ മിസ്ഡ് പീരീഡ്സ്, അതായത് 1-2 മാസം ആർത്തവം ആവാതിരിക്കുക, ക്രമം തെറ്റുക, എല്ലാം ഈ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞാൽ സാധാരണയാണ്. പക്ഷേ ഒരിക്കലും ഹെവി ബ്ലീഡിങ്സ്, ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്, വല്ലാതെ ശക്തിയിൽ ഒരു ദിവസം തന്നെ ബ്ലഡ് പോകുന്നതിനെയൊക്കെ ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ അധിക സമയം അതിനെ ഈ ഒരു മാറ്റത്തിൻ്റെ ഫേസാണ് എന്ന് കരുതി ചികിത്സ ചെയ്യാതെ ഇരിക്കരുത്. കാരണം 10, 20, 21 ദിവസമൊക്കെ ബ്ലീഡിങ് പോയാലും അത് മെൻസസ് നിൽക്കുന്നതിൻ്റെ ആണ് എന്നുള്ള ധാരണയിൽ അങ്ങനെ നീണ്ടുപോയിട്ട് അവസാനം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ വേണ്ടി വരുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാത്തിനെയും ഇതിനെ ഒരു ആർത്തവ വിരാമത്തിൻ്റെ ഗണത്തിലേക്ക് പെടുത്താതെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ നേരത്തെ തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്യുക തന്നെ വേണം. രണ്ടാമത് എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഹോട്ട് ഫ്ലഷസ്. അതിന് രാത്രി വിയർക്കുക, പെട്ടെന്ന് ചൂട് കയറുക, അതുപോലെ പെട്ടെന്ന് തണുക്കുക. അപ്പോൾ തണുപ്പും ചൂടും മാറി മാറി വരുന്ന അവസ്ഥയെയാണ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയാറ്. ഇതും നമ്മുടെ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ കൊണ്ടുവരുന്നതാണ്. പലതരത്തിലുള്ള ഇമോഷണൽ സൈക്കോളജിക്കൽ സിംറ്റംസും ഇതിനോടൊപ്പം കാണാം. പല മൂഡ് സ്വിങ്സ് വരിക, പല ഇറിറ്റബിലിറ്റി, വല്ലാതെ ദേഷ്യം പിടിക്കുക, എല്ലാത്തിനോടും ഒരു ഇറിറ്റേഷൻ തോന്നുക, വല്ലാതെ ഒരു ലോൺലിനെസ്, ഒറ്റപ്പെടൽ തോന്നുക, ഡിപ്രഷൻ തോന്നുക, നമുക്ക് ഒരു കാര്യത്തിലും കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റാതാവുക, നമുക്കൊരു കോർഡിനേഷൻ, നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു കോർഡിനേഷൻ നഷ്ടപ്പെട്ട് നമുക്ക് ആ ക്രമത്തിൽ ചെയ്യാൻ പറ്റാതെ വരിക, ഇതെല്ലാം ആ സമയത്ത് സാധാരണമാണ്. സ്ലീപ്പ് ഡിസ്റ്റർബൻസും പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് വളരെ കുറഞ്ഞ ഉറക്കത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും വളരെ നേരത്തെ ഉറക്കണീക്കുക, ഇതെല്ലാം സാധാരണമാണ്. അതുപോലെ തടി കൂടാനുള്ള ഒരു സാധ്യതയും ഈ ഒരു സമയത്തുണ്ട്. നമ്മുടെ ഹോർമോൺ മാറ്റം എന്ന് പറയാമെങ്കിലും പർട്ടിക്കുലർലി നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഭാഗത്ത്, വയറിന് ചുറ്റും അരക്കെട്ടിലൊക്കെ കുറച്ചുകൂടെ തടി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പലതരത്തിലുള്ള സന്ധിവേദനകൾ, മസിൽ കയറൽ, അതിഭീകരമായ ക്ഷീണം, ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക, വല്ലാത്തൊരു മടി അനുഭവപ്പെടുക, നമ്മുടെ 2 മാറിടത്തിൽ വേദന വരിക,
അതുപോലെ യൂറിനറി സിംറ്റംസ്, വജൈനൽ ഡ്രൈനസ്, നമ്മുടെ മൂത്രമൊഴിക്കുമ്പോൾ ചെറിയ പുകച്ചിൽ, ചൂടുമൊക്കെ അനുഭവപ്പെടുക, ചെറിയ വെള്ളപ്പോക്ക് പോലെ അല്ലെങ്കിൽ പുകച്ചിൽ പോലെ ആ ഒരു വജൈനൽ ഏരിയയിൽ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം തോന്നുക, മൂത്രമൊഴിച്ച് തീർന്നാലും വീണ്ടും മൂത്രമൊഴിക്കണം തോന്നുക, ചുമയ്ക്കുമ്പോൾ മൂത്രം പോവുക, ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിലൊന്നും ഒട്ടും താല്പര്യമില്ലാതെ വരിക, അല്ലെ പെയിൻഫുള്ളായിരിക്കുക, ഇതെല്ലാം ഈ സമയത്ത് വരുന്ന ഒരു സാധാരണ മാറ്റമാണെന്ന് അംഗീകരിക്കുക. പലർക്കും പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസും മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് കാണാറുണ്ട്. അതായത് മുടി വല്ലാതെ പൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ മുടിയുടെ കട്ടി വല്ലാതെ കുറയുക, സ്കിൻ വല്ലാതെ ഡ്രൈ ആവുക, ചൊറിച്ചിൽ വരിക. അതോടൊപ്പം നമ്മുടെ ബോൺ ഹെൽത്തിനെ തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളാണ്, പ്രത്യേകിച്ച് ഈസ്ട്രജൻ ഹോർമോണാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബോൺ ഹെൽത്ത് കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണവും ലൈഫ് സ്റ്റൈലും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്ക് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം പെട്ടെന്ന് കുറയുന്ന ഒരു അവസ്ഥ ആ സമയത്ത് വരാറുണ്ട്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ, നമ്മുടെ ബോൺ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യവും ഇതുമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാർഡിയാക് പ്രശ്നങ്ങൾ കൂടുതൽ ഈ സമയത്ത് വന്നു കാണാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും, നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റം വരുത്തുക, ഭക്ഷണത്തിൽ ചെറിയതായ മാറ്റം വരുത്തുക ഒക്കെ വഴി നമുക്ക് ഈ പ്രശ്നങ്ങളെ നമ്മൾ ഭീകരമായി നമ്മുടെ ജീവിതത്തെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലും ന്യൂട്രീഷനിലും വരുത്തേണ്ട മാറ്റം തന്നെയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ വിശപ്പടക്കാൻ മാത്രം കഴിക്കാവുന്നതിലുപരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ചേർത്ത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയം ഉണ്ടാക്കുക, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മുഴുധാന്യത്തോടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് തവിടുള്ള അരിയുടെ ചോറ്, ഉപ്പുമാവ്, അങ്ങനെയുള്ള വല്ലാതെ പൊടി കൊണ്ടുള്ള പലഹാരങ്ങൾ ഒഴിവാക്കി മുഴുധാന്യത്തോടെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ച് ശീലിക്കുക. പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നത് നല്ലൊരു ശീലമാക്കുക. പയർവർഗ്ഗങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ. വെള്ളം ഒരു സാധാരണ കുടിച്ചുകൊണ്ടിരുന്നതിനേക്കാളും പ്രത്യേകിച്ച് ഇത്തരം ഹോട്ട് ഫ്ലഷസ്, ശരീരത്തിൻ്റെ ചൂട് വല്ലാതെ കൂടുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഒരു 7, 8, 10 ഗ്ലാസ് വെള്ളം ദാഹത്തിനനുസരിച്ച് കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു ചൂട് കുറയ്ക്കാൻ ധാരാളം പഴങ്ങളും പച്ചക്കറികളും സീസണലായി കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും കഴിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുപോലെ ഇലക്കറികൾ ധാരാളം കഴിക്കുക. നമുക്ക് ഇന്ന് കേൾക്കുന്ന ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പലതരത്തിലുള്ള സീഡ്സ്, നിലക്കടല, സോയാബീൻ, അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, ഇതിലൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് നാച്ചുറലായി പരിഹരിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും രാവിലെ ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കഴിക്കുക. അപ്പോൾ ഇതെല്ലാം ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ വരുത്താൻ സാധിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അതിഭീകരമായ എക്സസൈസുകളോ ജിമ്മിൽ പോയുള്ള എക്സസൈസുകളോ ഒന്നുമല്ല. നമുക്ക് വളരെ മൈൽഡായിട്ടുള്ള എക്സസൈസ് കുറച്ച് അധിക നേരം തുടർന്ന് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഓവർ വെയിറ്റ് എടുക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ, മുട്ടിന് ഒരുപാട് സ്ട്രെയിൻ വരുന്ന തരത്തിലുള്ള വ്യായാമങ്ങളെല്ലാം മുട്ട് തേയ്മാനത്തിനെല്ലാം കാരണമാകുമെന്നതിനാൽ സ്ട്രെയിറ്റ് ആയ നിരപ്പിലൂടെ ഒരു മണിക്കൂർ നടക്കുക, ചെറിയ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക, യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ ഈ സമയത്തെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പര്യാപ്തമാണ്. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്, അത് നമ്മുടെ ആയുർവേദത്തിലെ യോഗശാസ്ത്രത്തിലാണെങ്കിൽ പ്രാണായാമം എന്ന് പറയും. അപ്പോൾ ഓരോ മൂക്കിലൂടെ ഇടവിട്ട് ശ്വാസം വലിക്കുന്ന രീതിയിലുള്ള പ്രാണായാമങ്ങൾ ശീലിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെ ഒഴിവാക്കാനും എന്നാൽ ശരീരത്തിൻ്റെ ഒരു ബാലൻസ്, ശരീരത്തിൻ്റെ അമിത വിയർപ്പ്, അമിത ചൂട്, ദേഷ്യം, ഇത്തരത്തിലുള്ള ശരീര മാനസിക ബുദ്ധിമുട്ടുകളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസ്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് അത് പരിശീലിച്ച് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് അത് ചെയ്യാനും കൂടെ ശീലിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു മെച്ചമായിരിക്കും ഈ അവസ്ഥയിൽ തരിക. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ദിവസം 1/2 മണിക്കൂറെങ്കിലും നല്ല വെയിൽ കൊള്ളുക എന്നുള്ളത്. കാരണം നമ്മുടെ എല്ലിൻ്റെയും വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഇന്ന് വളരെ കൂടുതലായിട്ട് എല്ലാവരിലും കാണുന്നത് കൊണ്ട് തന്നെ അപ്പോൾ വെയിൽ കൊള്ളൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ നല്ലതാണ്.
നമുക്കറിയാം എല്ലാവരും ഒരു സ്ട്രെസ്ഡ് ആവുന്ന ഒരു പീരീഡാണ്. പലതരത്തിലുള്ള മക്കളുടെ ടെൻഷൻ കൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന അമ്മമാരാണ് നേരെയും. അപ്പോൾ സ്ട്രെസ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും അതിന് വളരെ വിദഗ്ധമായി പരിഹരിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അപ്പോൾ ഇതുപോലൊരു 10-15 മിനിറ്റ് കണ്ണടച്ചിരിക്കാനും കണ്ണടച്ച് ധ്യാനിക്കാനും ഒക്കെ തയ്യാറായാൽ തന്നെ നമുക്ക് മനസ്സിനെ പരമാവധി ശാന്തതയിൽ ഈ അവസ്ഥ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു ഉറക്കത്തിൻ്റെ പാറ്റേൺ ക്രമപ്പെടുത്തുക. കൃത്യസമയത്ത് കിടക്കാനും കൃത്യസമയത്ത് ഉണരാനും ഉള്ള ഒരു പ്രാക്ടീസ് ഈ സമയത്ത് ഇല്ലാത്തവർ തുടങ്ങുക എന്നുള്ളതാണ്. വളരെ ലേറ്റായിട്ടുള്ള ഉറക്കം കുറച്ച് വളരെ നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക. രാത്രി ഒരുപാട് ഫോണും ടി വിയും ഒന്നും ഉപയോഗിച്ച് മാനസിക പിരിമുറുക്കം കൂട്ടാൻ നിൽക്കാതെ വളരെ സൂത്തിങ് ആയിട്ടുള്ള എന്തെങ്കിലും പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കഥകൾ വായിക്കുക, ഇങ്ങനെയൊക്കെ രീതിയിലെ ശേഷം ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ ഉപകാരപ്പെടും. സ്വയം ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. ഒരു സെൽഫ് കെയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രാധാന്യത്തോടെ തന്നെ എടുക്കണം. സ്വന്തം വ്യായാമമാണെങ്കിലും സ്വന്തം ഭക്ഷണമാണെങ്കിലും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിലും ഒക്കെ ജീവിതത്തിൽ കുറച്ച് സമയം എല്ലാ ദിവസവും ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഈ സമയം വളരെ ഹെൽത്തി ആയിട്ട് കടന്നു പോകാൻ സാധിക്കും. ഈ ഒരു സമയത്തെ വളരെ നാച്ചുറലായിട്ട് കടന്നു പോകേണ്ട ഒരവസ്ഥ മാത്രമായിട്ട് കണക്ക് കൂട്ടുക, അതിനെ ഉൾക്കൊള്ളുക. നമുക്ക് ജീവിതത്തിൽ ഇത്രയും കാലം കിട്ടിയ പല നല്ല കാര്യങ്ങൾക്കും വളരെ നന്ദിയോടെ സംതൃപ്തിയോടെ ജീവിക്കാനാവുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക. വളരെ പോസിറ്റീവായിട്ടും ആരോഗ്യകരമായിട്ടും ഭാവി ജീവിതത്തെ മുന്നിൽ കാണുക എന്നുള്ളതെല്ലാം നമുക്ക് ആ പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനമാണ്. തന്മയിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് ആർത്തവ വിരാമത്തിന് മുൻപുള്ള പെരിമെനോപോസിനെ പറ്റിയായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.